ഇന്ത്യയുടെ രാഷ്ട്രപതി ശബരിമല സന്ദർശിച്ചത് പലർക്കും ഇഷ്ടമായിട്ടില്ല. അതിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്? ആചാരം ലംഘിച്ചു എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ആചാര ലംഘനമൊന്നും നടന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ രാഷ്ട്രപതിയുടെ ആ സന്ദർശനത്തിലെ ഓരോ പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് സന്നിധാനത്ത് എത്തി ദർശനം നടത്തി മടക്കയാത്ര വരെയും ഞാൻ ഈ ദൃശ്യങ്ങൾ കണ്ടു എന്നുള്ളതാണ്. അത്തരത്തിലൊരു വീഴ്ചയും അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചു, അനുസരിച്ച് തന്നെ നെയ്ത്തേങ്ങ നിറച്ചു, ഇരുമുടിക്കെട്ടിൽ വേണ്ടതായ സാധന സാമഗ്രികളും ഒക്കെയായിട്ട് പമ്പയിലെ ഗണപതിയെയോ ഉപദൈവങ്ങളെയോ ഒക്കെ തന്നെ വണങ്ങി പിന്നീട് അവിടെ നിന്ന് സ്വാമിയയ്യപ്പൻ റോഡ് വഴി വാഹനത്തിൽ പോയി. അത് ചിലപ്പോൾ ശബരിമല യാത്ര എപ്പോഴും പരമ്പരാഗത വഴിയിലൂടെ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ ഒരുപക്ഷെ കോടതിക്കൊരു കാര്യം ചോദിക്കാം, എന്തുകൊണ്ട് അവിടെ വാഹനം ഉപയോഗിച്ചു? ആചാരലംഘനമാകുന്നില്ല അത് വാഹനം. കാരണം VIP ആണ്. ഇനിയിപ്പോൾ നാളെ പ്രധാനമന്ത്രി വരുന്നു, ചിലപ്പോൾ ഈ യാത്രാ സൗകര്യം ഉപയോഗപ്പെടുത്താം എന്ന് വിചാരിച്ച് നാളെ ഇവിടുത്തെ നമ്മുടെ VN വാസവൻ അതിൻ്റെ നെഞ്ചത്ത് കയറി പോകാനൊന്നും അനുവദിക്കത്തില്ല കേട്ടോ. ട്രാക്ടറിൽ പോലും കയറാൻ സമ്മതിക്കത്തില്ല, അത് പറ്റത്തുമില്ല. കാര്യം രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഒക്കെ ആണെങ്കിൽ കാലം മാറി. അപ്പം ഈ ഇത്തരത്തിലുള്ള ഒരു സൗകര്യം ഉപയോഗിക്കണം. മറ്റ് വഴിയിലൂടെ പോകുന്ന ചിലപ്പോൾ അതിൻ്റെതായ ചില ദുർഘടമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരും. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞു 18ാം പടിയുടെ സൈഡിൽ തേങ്ങ ഉടച്ച് പടി ചവിട്ടി കയറി. പിന്നെ കൂടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരൊക്കെ ചിലർ നോക്കുമ്പോഴേ ഒരാൾ അവരുടെ യൂണിഫോമിൽ വരരുത് എന്നെവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തർ കറുപ്പോ നീലയോ വസ്ത്രമൊക്കെ ധരിച്ചു വരാറുണ്ട്. വെള്ള വസ്ത്രം ധരിച്ചു വരുന്നവരുമുണ്ട്. അത് അവരവരുടെ ഇഷ്ടമാണ്. കറുപ്പ് തന്നെ ധരിക്കുന്നത്. അപ്പോഴേക്ക് പോലീസുകാരെന്താണ് ഈ ഉന്നത ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടുന്നത്? അത് അവിടെ പറയുന്നത് ഒന്ന് ഈ വാഹനത്തിൽ വന്നു എന്നുള്ളതാണ്. ഒരു VIP ആദ്യമായിട്ടാണ് വാഹനത്തിൽ ശബരിമലയിൽ എത്തുന്നത്. ശബരിമലയിൽ നമുക്കറിയാം ആംബുലൻസ് ഉണ്ട്, ജീപ്പ് ആംബുലൻസ് 2 ആരോഗ്യ വകുപ്പിൻ്റെയിലും 1 വനം വകുപ്പിൻ്റെയിലും. ശബരിമലയിൽ എന്തെങ്കിലും അത്യാഹിതമുണ്ടാകുമ്പോൾ പമ്പയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് നേരെ ആംബുലൻസിൽ പോവുക. 20 മിനിറ്റ് കൊണ്ട് സന്നിധാനത്ത് നിന്ന് പമ്പയിൽ എത്താറുണ്ട്, സ്വാമിയയ്യപ്പൻ റോഡ് വഴി. ഇതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലാതെ മറ്റേതെങ്കിലും VIP വന്നാൽ പോലും ഇതിനകത്ത് കയറ്റി കൊണ്ടുവരാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ രാഷ്ട്രപതി ഇരുമുടിക്കെട്ടും നിറച്ചാണല്ലോ വന്ന്, അങ്ങനെ പടി കയറി തേങ്ങയൊക്കെ ഉടച്ച് അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകരും 1-2 പേര് കൂടി ഉണ്ടായിരുന്നേ കെട്ട് നിറച്ച് വന്നവർ. അവർ യൂണിഫോമിൽ തന്നെ, അവർ കോട്ടും ടൈയും ഒക്കെ കെട്ടി. നമുക്കത് കാണുമ്പോൾ പക്ഷേ വേഷത്തിൽ അതിനകത്ത് കാര്യമില്ല. അവരുടെ ഭക്തിയെ നമുക്ക് ആ വേഷം വെച്ചാണോ അളക്കാൻ കഴിയുന്നത്? ഭക്തിപൂർവ്വമാണ് അവർ വന്നത്. പിന്നെ രാഷ്ട്രപതി നേരെ സോപാനത്തിൻ്റെ അവിടെ എത്തി ശ്രീകോവിലിൻ്റെ പടിയിൽ ഇരുമുടിക്കെട്ട് സമർപ്പിച്ചു. സാധാരണ നമ്മളൊന്നും പോകുമ്പോൾ അങ്ങനെ ഇരുമുടിക്കെട്ട് അങ്ങനെ സമർപ്പിക്കാം, അങ്ങനെ പറ്റില്ലെന്നല്ല, അത് നടക്കത്തില്ല. അതല്ല അവിടെ വേണ്ടത് എന്ന് വെച്ച് രാഷ്ട്രപതി ആചാരം ലംഘിച്ചു എന്നല്ല. കാരണം രാഷ്ട്രപതി ചെല്ലുന്നത് 12:50 മാസപൂജയിലെ അവസാന ദിവസമാണ്. നെയ്യഭിഷേകം കഴിഞ്ഞു. നെയ്യഭിഷേകം 11:30 മണിക്കാണ്. ശബരിമലയിലെത്തുന്ന ഒരു ഭക്തൻ പ്രധാനമായി ചെയ്യുന്ന വഴിപാടെന്ന് പറയുന്ന നെയ്യഭിഷേകമാണ്. 11:30 അഭിഷേകം കഴിയും. ഒരു VVIPകൾക്കും വേണ്ടി കാത്തിരിക്കത്തില്ല. അഭിഷേകം കഴിഞ്ഞ് പിന്നീട് വിഗ്രഹത്തെ തണുപ്പിക്കുന്നുണ്ട്, കളഭാഭിഷേകം നടത്തി. അപ്പോൾ ആ സമയമൊക്കെയാണ് രാഷ്ട്രപതി അവിടെ എത്തുന്നത്. അപ്പം ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് നട തുറക്കുമ്പോൾ നെയ്യഭിഷേകം ഇല്ല. പിന്നെ വൈകുന്നേരം പുഷ്പാഭിഷേകം ഒക്കെയാണ്. പിന്നെ രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുകയുമാണ് ചെയ്യുന്നത്. ഇനി നട തുറക്കുന്നത് അടുത്ത മാസം, അതായത് നവംബർ 16-17 തീയതിയിൽ, വൃശ്ചികം 1-ാം തീയതി തലേ ദിവസം.
തുലാമാസം 30-നാണ് നട തുറക്കുന്നത്. അപ്പോൾ അതിനടുത്ത ദിവസം മുതലായിരിക്കും തീർത്ഥാടന കാലം ആരംഭിക്കുക. അപ്പോൾ രാഷ്ട്രപതി കൊണ്ടുവന്ന് ഈ ഇരുമുടിക്കെട്ടിലെ നെയ്ത്തേങ്ങ മേൽശാന്തി അവിടെ മാറ്റിവെക്കും. വൃശ്ചിക മാസം 1-ാം തീയതി നട തുറക്കുമ്പോൾ അന്ന് രാഷ്ട്രപതി കൊണ്ടുവന്ന് കൊടുത്ത നെയ്ത്തേങ്ങയിലെ നെയ്യ് ഉപയോഗിച്ചായിരിക്കും ആദ്യ അഭിഷേകം നടക്കാൻ പോവുക. അതുവരത്തേക്ക് മാറ്റിവെക്കാൻ പറ്റും. അതുകൊണ്ടാണ്. പിന്നെ കെട്ടിനകത്തുള്ള കാര്യങ്ങളെല്ലാം അയ്യപ്പന് കൊണ്ടുവന്നതാണ്. കുറച്ച് അരി, ഉണക്കലരി, കർപ്പൂരം, മഞ്ഞൾപ്പൊടി, ചന്ദനം, ഇതെല്ലാം നമ്മൾ കെട്ട് നിറച്ച് പോകുന്നതിലെ കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലല്ലോ. എല്ലാം അവിടെ സമർപ്പിക്കുക, എല്ലാം അയ്യപ്പന് സമർപ്പിക്കുന്നു. അപ്പൊ രാഷ്ട്രപതി ആയതുകൊണ്ട് അവിടെ ശ്രീകോവിലിന്റെ മുമ്പിൽ ആ പടിക്കെട്ടിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. ആ സൗകര്യം ചെയ്തു കൊടുത്തു. സോപാനത്തിൻ്റെ അവിടെ നിന്ന് സുഖകരമായ ദർശനവും നടത്തി ഗണപതിയെയും നാഗദൈവങ്ങളെയും വണങ്ങി അവിടെ നിന്ന് നേരെ മാളികപ്പുറത്ത് പോയി അവിടെയും പിന്നെ മണിമണ്ഡപം എന്ന് പറയുന്ന അയ്യപ്പന്റെ മൂലസ്ഥാനമാണ്. അവിടെയും ദർശനം നടത്തി നവഗ്രഹങ്ങളെയും തൊഴുത് മാളികപ്പുറത്തമ്മയെയും വണങ്ങി തിരികെ വന്ന്. എന്നാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണ്, പള്ളിക്കെട്ട് നേരിട്ട് മേൽശാന്തി ഏറ്റുവാങ്ങി തിരുനടയ്ക്ക് സമീപം വച്ചു. യൂണിഫോം ധരിച്ച സെക്യൂരിറ്റി ജീവനക്കാർ 18-ാം പടി ചവിട്ടി. പലവിധ ആചാര ലംഘനങ്ങൾ ഇന്ത്യൻ പ്രസിഡന്റും ഉദ്യോഗസ്ഥരും നടത്തിയിട്ടും സംഘികളും കോൺഗ്രസും നാമജപ യാത്ര നടത്തിയില്ല, മാപ്രകൾ ചിലച്ചില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്തായാലും പിണറായി ഭക്തനാണെന്ന് തോന്നുന്നു. പിണറായിയെ കുറിച്ചും പറയുന്നുണ്ട്. അല്ല, യൂണിഫോം ഇട്ടുകൊണ്ട് പിന്നെ പടി ചവിട്ടിക്കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ അവിടെ ഒരു അല്പ ഭംഗി കണ്ടത് ഈ പിന്നെ കൂടെ വന്ന ആ എയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥൻ അല്ലേ, ഒരു മലയാളിയാണ്, അത് ഇൻ ചെയ്തിരിക്കുകയാണ് അല്ലേ ഷർട്ട്, ആ യൂണിഫോം. സാധാരണ നമ്മുടെ ഇവിടുത്തെ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും തന്നെ ശ്രീകോവിലിന്റെ പരിസരത്തും തിരുമുറ്റത്തും ഡ്യൂട്ടിക്ക് നിൽക്കും. ഈ DYSPയുടെ ഏറ്റവും മികച്ച അതിലെ വരി എന്ന് പറയുന്നത് പിണറായി വിജയനോ മറ്റു മന്ത്രിമാരോ ആയിരുന്നെങ്കിൽ എന്താണ് പുകില് എന്നുള്ളതാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന്റെ ഇത് മാറുന്നത്, ലെവല് മാറുന്നത്. അതാണ്. അപ്പം ഈ ഇൻ ചെയ്തിരിക്കുന്ന ഷർട്ട് ഇൻ ചെയ്യത്തില്ല, സോപാനത്തായാലും 18-ാം പടിയിലായാലും. അത് മാത്രമേ എനിക്കൊരു ഭംഗിയായിട്ട് കണ്ടുള്ളൂ. പിന്നെ മറ്റൊരു ഉദ്യോഗസ്ഥൻ ടൈ കെട്ടിയിട്ട് നിൽക്കുന്ന അതിലൊന്നും കുഴപ്പമില്ല. അതിലൂടെ ഒന്നും ഒരു ഭക്തിയെ അവിടുത്തെ ആചാരമൊന്നും ലംഘിച്ചില്ലല്ലോ. 2 യുവതികളെ ചാക്കിൽ കെട്ടി തലേ ദിവസം പാലാ ഗസ്റ്റ് ഹൗസിൽ ബീഫും ബറോട്ടയും കൊണ്ടുവന്ന് പിന്നെ കയറ്റിയപ്പോൾ ആചാര ലംഘനം ഒന്നും അല്ലേ നടത്തിയത്? അതിനപ്പുറം തോന്നിവാസം ശബരിമല അശുദ്ധമാക്കിയതിൽ പിന്നെ എന്തുണ്ട് വേറെ? അത് നവോത്ഥാന നായകൻ പിണറായിയുടെ പ്രവർത്തനം, പിണറായിയുടെയും വെള്ളാപ്പള്ളിയുടെയും ഒക്കെ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അതിന് കുഴപ്പമില്ലല്ലേ? ഇവിടെ ഒരാചാര ലംഘനവും നടന്നിട്ടില്ല. അതിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ചുകൊണ്ട് തന്നെയാണ്. ഒടുവിൽ വാവര് നട അടുക്കലും പോയി. ഇനി അതിൽ ആർക്കെങ്കിലും പ്രതിഷേധം വേണ്ട, വാവരെയും കണ്ടു. അങ്ങനെയാണ് നമ്മളൊക്കെ പോകുമ്പോൾ ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ തിരികെ പമ്പയിലേക്ക് വരികയും ചെയ്തത്. പിന്നെ സ്വാമിയപ്പൻ റോഡ് വഴിയാണ് വന്നത്. സ്വാമിയപ്പൻ റോഡ് വഴി പോകരുത് എന്നൊന്നും പറയുന്നില്ലല്ലോ. അത് സാധാരണ തീർത്ഥാടകരാണെങ്കിൽ പോലും 2 വഴി, ഇതിലേതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ആചാര ലംഘനവും ചെയ്തില്ല. വളരെ ഭക്തിയാദരപൂർവം തന്നെയാണ് ഇന്ത്യയുടെ പ്രഥമ പൗരിയാണ് പൗരി പിന്നെ ദ്രൗപദി മുർമു സന്നിധാനത്തെത്തി ദർശനം നടത്തിയത്. എന്തായാലും ഇത് ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവമാണ്. വി ഗിരിക്ക് ശേഷം ഇന്ത്യയിൽ പിണറായി പുറകെ പോകുമോ? പിണറായി ചിലപ്പോൾ ഈ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത മാസം തീർത്ഥാടന കാലം തുടങ്ങുക. ഇനി അവിടെ പോയി ഒരു അവലോകന യോഗം കൂടാമെന്നും പറഞ്ഞ് ചിലപ്പോൾ ഈ വാഹനം അന്വേഷിക്കുന്നുണ്ടാകും. കാരണം പിണറായിക്ക് ഇതിന്റെയൊക്കെ നെഞ്ചത്ത് കയറാൻ വലിയ താല്പര്യമുള്ള ആളാണ്. അത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടിരിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അതുപോലെ ചിലപ്പോൾ ഇതിനു വേണ്ടി ശ്രമിക്കും. അവിടെ ആയിരിക്കും ഇനിയും പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.